സ്വീകരിക്കുകയല്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനിക്കുവാനുള്ള അവകാശം പോലും ഈ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളുടെ കാലഘട്ടത്തിലും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി മുറവിളികൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും ജനാധിപത്യത്തിൻ്റെയും അതേപോലെയുള്ള മനുഷ്യാവകാശങ്ങളുടെയും എല്ലാ പേരിൽ സംസാരിക്കുന്ന എല്ലാവരുമുള്ള കാലഘട്ടത്തിലും ലിംഗഭേദത്തിൻ്റെയും അല്ലാത്തതിൻ്റെയും അടിസ്ഥാനത്തിൽ ജനിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തെ നിയമവ്യവസ്ഥകൾക്കെല്ലാം ജനിച്ചു കഴിഞ്ഞ മനുഷ്യരുടെ അവകാശങ്ങളെക്കുറിച്ച് പറയാൻ കഴിയും. പക്ഷേ ജനിക്കുവാനൊരു കുഞ്ഞിന് അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ച ദർശനമാണ് ഇസ്ലാം. അവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഇസ്ലാമിലെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. ജീവിക്കുവാൻ ജനിച്ച മനുഷ്യരെ അകാരണമായി കൊലപ്പെടുത്തപ്പെട്ടിരുന്ന കേവലം വർഗത്തിൻ്റെ വർണ്ണവിരോധത്തിൻ്റെ പേരിലെല്ലാം കൊലപാതകങ്ങൾ നടന്നിരുന്ന കാലഘട്ടത്തിൽ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല നാസ ജമീഅ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരാളെ കൊന്നതിന് പകരമായോ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിന് പകരമായോ ഒരു രാഷ്ട്ര സംവിധാനം ഒരാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തുക എന്നതല്ലാതെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ കൊന്നാൽ അതിന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയതിന് സമമാണ് എന്ന് പ്രഖ്യാപിച്ച ദർശനം. അതേപോലെ തന്നെ ആശയ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പലപ്പോഴും ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ മതത്തിൻ്റെ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള ഹേമവും പാടില്ല എന്ന്, ബലപ്രയോഗം പാടില്ല എന്ന് കൃത്യമായി പറയുന്നൊരു വേദഗ്രന്ഥമുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആനാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ് എന്ന് ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്. പ്രലോഭനങ്ങളിലൂടെ അടിച്ചമർത്തലുകളിലൂടെ ഉള്ള മതപ്രബോധനം എന്നത് ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ്. അതങ്ങനെ പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. അതേപോലെ ഓരോ മനുഷ്യാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുക ഇസ്ലാമിക ആദർശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിങ്ങൾ ആലോചിച്ചു നോക്കുക, സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പെണ്ണിന് കേവലം ബാധ്യതകൾ മാത്രമാണുള്ളത് എന്ന്, പെണ്ണിന് കേവലം ഉത്തരവാദിത്തങ്ങൾ മാത്രമാണുള്ളത് എന്ന് വിധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്ത് പെണ്ണിന് അവകാശങ്ങളുമുണ്ട് എന്ന് പ്രഖ്യാപിക്കുക വഴി സമൂഹത്തിൻ്റെ നേർപ്പാതിയായ പെണ്ണിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ചുക്കാൻ പിടിക്കുകയാണ് ചെയ്തത്.